ഇതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞതിൽ എനിക്ക് എതിർക്കാൻ തോന്നിയ അല്ലെങ്കിൽ എനിക്ക് അനുകൂലിക്കാൻ തോന്നാതിരുന്ന ഒരു കാര്യം അദ്ദേഹം വി.ഡി. സതീശനെതിരെ പറഞ്ഞ ആരോപണം ശരിയല്ല. വി.ഡി. സതീശനെതിരെ പറഞ്ഞ വിമർശനങ്ങളാണ്. അത് സ്വാഭാവികമാണ്, അദ്ദേഹം മറുപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് വി.ഡി. സതീശൻ നേരാമണ്ണമല്ല പെരുമാറുന്നത് എന്ന മറ്റുള്ള വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നല്ലോ. പക്ഷേ അതെനിക്ക് ഞാൻ വി.ഡി. സതീശൻ്റെ കൂടെയാണ്, മുഖ്യമന്ത്രിക്കൊപ്പമല്ല. എന്തുകൊണ്ടെന്നാൽ വി.ഡി. സതീശൻ ഈ കാര്യത്തോട് അദ്ദേഹത്തിനാകാവുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പദവി അദ്ദേഹത്തോട് പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് നന്നായിട്ടാണ് പെരുമാറിയത് എന്ന തോന്നലുള്ള ഒരു ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം ഈ കൃത്യമായിട്ടും ഇയാൾ ചെയ്ത കുഴപ്പത്തിൻ്റെ വലുപ്പം അദ്ദേഹത്തിന് അറിയാം. വി.ഡി. സതീശൻ അതിനോട് അങ്ങനെ തന്നെ ആക്ട് ചെയ്തു. ആ പ്രശ്നം വന്നപ്പോൾ ഇയാളെ എടുത്ത് പുറത്തേക്ക് ആകാവുന്ന നിലക്കെല്ലാം മാറ്റി നിർത്തണം എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ച ആൾ വി.ഡി. സതീശനാണ്. അത് നമുക്കറിയാം. പക്ഷേ അവിടെ ബി.ജെ.പിയുടെ സ്ട്രോങ് ഹോൾഡ് കൂടിയായ ഒരു സ്ഥലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരിക എന്നത് അവർക്ക് പാർട്ടിക്കാകെ ക്ഷീണം ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിലേക്ക് പോയില്ല എന്നതൊഴിച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, നിയമസഭാ കക്ഷി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. വേണ്ട സൂചനകളെല്ലാം അകത്തും പുറത്തുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പുറത്തു വന്നിട്ട് ഈ ബഹളവും പ്രകോപിതമായിട്ടുള്ള രീതിയിലുള്ള സംസാരമൊക്കെ നടന്നത് അത് അദ്ദേഹം ഇരിക്കുന്ന പദവിക്കനുസരിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണ്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തായി കുഴപ്പമുണ്ടായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അണികൾക്ക് ഈ കുഴപ്പം കൊണ്ട് നമ്മൾ ക്ഷീണിച്ചു പോയിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് വി.ഡി. സതീശൻ്റെ ചുമതലയാണ്. അതായത് നമുക്കിങ്ങനെ ഒരു പ്രശ്നം വന്നു, നമ്മുടെ പക്ഷത്ത് ഒരു വലിയ കുഴപ്പക്കാരനുണ്ടായിട്ട് അയാൾ ഒരു കുഴപ്പമുണ്ടാക്കി, ആ കുഴപ്പത്തിന് മേൽ ഈ നടപടികളെല്ലാം എടുക്കേണ്ടതായിട്ട് വന്നു എന്ന് വെച്ച് മറുപക്ഷത്തെ ആളുകൾക്ക്, നമ്മുടെ എതിരാളികൾക്ക് മുല്ലങ്ങ് സാഷ്ടാംഗ നമസ്കാരം ചെയ്തിരിക്കുകയല്ല, അവരോട് അതിശക്തമായിട്ട് എതിരിടുക. ഇത് നിങ്ങളുടെ ഭാഗത്തും ഇത്തരം കുഴപ്പങ്ങളുണ്ട് എന്നുറക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്കെതിരെയും വരും കേട്ടോ നാളെ ബോംബ് എന്ന മട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് അദ്ദേഹം ചെയ്യേണ്ടതാണ്. അദ്ദേഹം ഇരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർക്ക്, അണികൾക്ക് ഊർജ്ജം കൊടുക്കേണ്ടതാണ്. ഈ പാർട്ടി ആകെ ക്ഷീണിച്ചു പോയിട്ടില്ല എന്ന് തെളിയിക്കേണ്ടതാണ്. ഈ മുന്നണിയെ ലീഡ് ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടായിട്ടില്ല എന്ന് തെളിയിക്കേണ്ടതാണ്. അത് അദ്ദേഹം ചെയ്യുന്നു. എന്നാൽ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ അദ്ദേഹം വൈകിട്ടുമില്ല. അതുകൊണ്ട് വി.ഡി. സതീശൻ ഇത്തരമൊരു അസാധാരണമായ സാഹചര്യത്തോട് നേരാംവണ്ണമാണ് പ്രതികരിച്ചത് എന്ന നിലപാടുള്ള ആളാണ് ഞാൻ.